ഈ ബിക്കിനിയൊക്കെ ഇട്ട് എന്നെ ഞാൻ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ മറ്റു ചിലർക്ക് വേറെ ചിലതാണ് ആവശ്യം, പെൺകുട്ടികളുടെ നിന്ന്. അപ്പൊ ഹസി അതിനൊക്കെ വഴങ്ങിയിട്ടുണ്ടോ? അതിപ്പോൾ എനിക്കത് ഇവിടെ തുറന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഷോർട്സ് ഇട്ട് കണ്ടിട്ട് രാത്രി വന്ന് കഥകി മുട്ടുന്ന വിരുദ്ധന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാത്രി മെസ്സേജ് അയക്കുന്ന വിരുദ്ധന്മാരുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതാണ് ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാന്ന് പറഞ്ഞത്. ഒരുപാട് ഇതൊക്കെ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ എന്താ പെട്ടെന്ന് ഒരു ഇമേജ് കോൺഷ്യസ് ആവാൻ കാരണം? ഒന്നാമത് ഞാൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കാരണം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കാരണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലാണേലും വീട്ടിലാണേലും. നേരെയുള്ള ഫോട്ടോഷൂട്ട് മീൻസ് സാരി ഉടുത്തതോ അല്ലെങ്കിൽ ചുരിദാറിട്ടോ ഒന്നും വന്നിട്ടില്ല. ഈ ക്ലീവേജും അതിങ്ങനെ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുള്ളൂ. ചെറിയ തുണി കൊടുത്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അവൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് ഞാൻ തീരുമാനിച്ചു. കുടുംബക്കാരൊക്കെ പിന്നെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി. ഞാനൊരിക്കലും ഈ നാട്ടിൽ ജനിക്കേണ്ട ഒരാളേ അല്ലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സൈസ് പ്ലസ് മോഡൽ ആരാന്നറിയോ നിഷ്ന? എനിക്കറിയത്തില്ല ആരാന്ന്, പക്ഷേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷേ എങ്കിൽ ഒന്ന് രണ്ട് ക്ലൂ കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാം. ക്ലൂ വേണം. ആള് ഒരുപാട് സിനിമകളിലൊക്കെ ഇപ്പോൾ പോലീസ് വേഷത്തിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. സിനിമയിലുണ്ട്. പിന്നെ മോഡലാണ് ആള്. മോഡലാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ പ്ലസ് സൈസ് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്ലസ് സൈസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ല, കുറച്ച് തടി കൂടിയിട്ട് ആൾക്കാർ റാമ്പിൽ നടക്കുമ്പോൾ അറിയുന്നതാണ് പ്ലസ് സൈസ് എന്ന് പറയുന്നത് അല്ലേ? അതെ. ഇനി അധികം നീട്ടേണ്ട ആരാന്നുള്ള എല്ലാവർക്കും അറിയാം. ആരാന്ന് വെച്ച് വെൽക്കം ചെയ്തു. നമ്മുടെ സ്വന്തം ഹസി കസി. വെൽക്കം ടു ദി ഷോ ഡിയർ. താങ്ക് യു സോ മച്ച്. വെൽക്കം ഹസി. താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സൈസ് പ്ലസ് മോഡൽ അല്ലേ, അങ്ങനെയാണല്ലോ വന്നത് ഒരു 4 വർഷം മുമ്പ്. അതെ അതെ അതെ. അപ്പോൾ സാധാരണ സ്ത്രീകൾ, ഞാൻ അടക്കമുള്ള സ്ത്രീകൾ കുറച്ച് വണ്ണം വയ്ക്കുമ്പോഴേക്കും കോൺഷ്യസ് ആവുന്ന ആളുകളാണ്. അതിപ്പോൾ ഈ നമ്മുടെ കേരളത്തിലായിക്കോട്ടെ, ബോളിവുഡാണ് ഒക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് സൈസ് പ്ലസ് മോഡലാവാൻ എനിക്ക് പറ്റുമെന്നുള്ളൊരു തീരുമാനം, അത് കുറച്ച് ഒരു നല്ലൊരു എന്താ പറയുക ഗഡ്സ് ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയായിരുന്നു അത് അതിലേക്ക്? ആക്ച്വലി ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടാണ് ആദ്യം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അപ്പോൾ ഡബ്ബിങ് എനിക്ക് തൈറോയിഡിൻ്റെ ചില പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് നിർത്തേണ്ടി വന്നൊരവസ്ഥ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞത്. സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫുള്ള് ഒരു ബ്ലാക്ക് ഔട്ട് ആയ ഒരു ഫീലായിരുന്നു. ആ സമയത്താണ് ഞാനിങ്ങനെ നോക്കുന്നത്, എന്നെപ്പോലെ ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയിൽ പോയി മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ഭംഗിയില്ല, ഭയങ്കര തടിയാണ്, എന്താ പറയുക, ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അപകർഷതാബോധം എനിക്ക് തന്നെ തോന്നി. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാഗസിനിലോ എന്തോ ആണ് കണ്ടത്, ഒരു ഇൻ്റർനാഷണൽ മോഡൽ ആഷ്ലി ഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സൈസ് പ്ലസ് ആണ്, ഭയങ്കര തടിയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒരു എന്താ പറയുക, തടിയുള്ള ഒരാൾ റാമ്പിൽ വോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ തടിയുള്ള ഒരാൾ ഫോട്ടോയ്ക്ക് വന്ന് പോസ് ചെയ്യുന്നതോ ഒക്കെ അങ്ങനെ ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായി. ആ 5 വർഷത്തിനുള്ളിൽ ഞാൻ തടിയുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ഒരു സോപ്പിൻ്റെ ആവട്ടെ, ഒരു ഇതിൻ്റെ ആവട്ടെ, ഒരു ഡ്രസ്സിൻ്റെ ആവട്ടെ ഒക്കെ പരസ്യത്തിന് വരുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നത് സൈസ് ഫിറ്റായിട്ടുള്ള മോഡൽസിനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി നമുക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, മോഡലിംഗ് ചെയ്തുകൂടാ. എനിക്ക് കാണാൻ ഭംഗിയില്ലായിരിക്കാം, പക്ഷേ തടി കൂടുതലുണ്ടായിരിക്കാം, പക്ഷേ എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നത്. ഞാനത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ സ്വാഭാവികമായിട്ട് നല്ല ചീത്തവിളി, നിനക്ക് എന്തിൻ്റെ കേടാ, അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ല, പിള്ളേരെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരെ. അതൊക്കെ കേട്ട ആ സമയത്തുള്ള ഒരു ഇതെന്തായിരുന്നു? ആ സമയത്ത് ഒരുപാട് കളിയാക്കലുകൾ എന്ന് വെച്ചാൽ വീട്ടുകാർ പോലും എതിരെ നിൽക്കുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർ വരെ എന്നോട്, എൻ്റെ കുടുംബത്തിലെ എൻ്റെ കസിൻസൊക്കെ നമ്മുടെ കൂടെ വളർന്ന ആൾക്കാരാണ്, അവരൊക്കെ ചോദിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്തിനാണ്. അങ്ങനെ എല്ലാവരും പതുക്കെ ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി വീട്ടുകാർ. പിന്നെ നാട്ടിലുള്ളവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം, മോളെ അത് നമുക്ക് ശരിയായിട്ടുള്ള സംഭവങ്ങളല്ല. ഒന്നാമത് ഞാൻ ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കാരണം, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന കാരണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലാണേലും വീട്ടിലാണേലും. കുടുംബക്കാരൊക്കെ പിന്നെ പതുക്കെ നമ്മളിങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി. പിന്നെ നാട്ടുകാർ ചിലരൊക്കെ നന്നായിട്ട് ഒഴിവാക്കാൻ തുടങ്ങി. നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ എന്തോ ഒരു ഈ വിചിത്ര ജീവിയെ കാണുന്ന വിചിത്ര ജീവി പോലെ കാണുന്ന ആൾക്കാരായിരിക്കും ഈ ഒളിഞ്ഞും പാത്തൊക്കെ യൂട്യൂബിൽ. അതെ തീർച്ചയായിട്ടും അതിൻ്റെ രസകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ വേറെ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പം എനിക്ക് തന്നെ തോന്നി ഇത് വേണ്ട, ഇത് നമുക്ക് വിട്ടേക്കാം.
എന്നൊക്കെ തോന്നി. ഞാനിങ്ങനെ അത് ആദ്യം 2-3 ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ ഞാനത് കഴിഞ്ഞ് വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഞാൻ ആരെയാണ് ഭയക്കുന്നത്, എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി വേണം. ഇപ്പോൾ ഞാൻ ഹസി അല്ലെങ്കിൽ ഹസീന, എൻ്റെ ഒറിജിനൽ നെയിം ഹസീന കാസിം എന്നാണ്. ഹസീന കാസിം എന്നൊരാൾ ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ജീവിച്ചു, കുറേ വീട്ടു ജോലികൾ ചെയ്തു, കല്യാണം കഴിച്ചു, കുട്ടികളെ വളർത്തി, വീട്ടമ്മയായിട്ട് ജീവിച്ചു. ആരറിയാനാണ്? എന്നെ ആരും അറിയത്തില്ല. എൻ്റെ നാട്ടിലുള്ള 1-2 പേര് എന്നെ അറിയാമായിരിക്കും. പക്ഷേ എനിക്കതല്ല വേണ്ട. ഞാനൊരു ആർട്ടിസ്റ്റ് ആവണം എന്ന് ഞാൻ തീരുമാനിച്ചു. ആർട്ടിസ്റ്റ് ആവണം എന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ആവണം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ ഭയക്കുന്നത്? ഇപ്പോൾ വീട്ടുകാർ നിന്നോട്ടെ എതിരെ, നാട്ടുകാർ നിന്നോട്ടെ, ഇനി ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് എതിരെ നിന്നോട്ടെ, പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും ആവണം എന്നുള്ളൊരു എൻ്റെ തന്നെ ആഗ്രഹമാണത്. എനിക്ക് എന്തെങ്കിലും ആവണം, എനിക്ക് എന്തെങ്കിലും ആയിത്തീർന്നേ പറ്റൂ എന്നുള്ള ആഗ്രഹത്തിന് മുകളിൽ ഇതൊന്നും വരാൻ പാടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് അങ്ങോട്ട് ഫോട്ടോഗ്രാഫർ പൈസ കൊടുത്ത് എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ 2 ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം എന്നെ ഒരുവിധം ചിലർക്കൊക്കെ അറിയാൻ തുടങ്ങി. ചില ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി, ഫോട്ടോസ് എടുക്കാൻ വരാമോ, കൊളാബ് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ചെറിയതായിട്ട് ചില പേജസൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മോഡൽ എന്നുള്ളൊരു പേര് വന്നു. ശരിക്കും സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ ചില്ലറ സ്ട്രഗിളിംഗ് ഒന്നുമല്ല ഞാൻ ചെയ്തത്. ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേരുണ്ട് സൈസ് പ്ലസ് മോഡൽസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈസ് പ്ലസ് ആണ്. എനിക്ക് തോന്നുന്നു കർവി മോഡൽസിനെക്കാട്ടിയും പിന്നെ ഫിറ്റ് മോഡൽസിനെക്കാട്ടിയും കൂടുതലായിട്ട് ഇപ്പോൾ സൈസ് പ്ലസ് മോഡൽസ് ആണ്. ഇപ്പോൾ എല്ലാ പിള്ളേരും പറയുന്നത് ഞങ്ങൾ സൈസ് പ്ലസ് മോഡൽസ്. എനിക്കങ്ങനെ പറയുന്നതിൽ ഭയങ്കര ഒരു എന്താ പറയുക അഭിമാനമുണ്ട്. കാരണം ഞാനൊരു മാറ്റത്തിന് വഴി തെളിച്ചു, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇതാവാൻ പറ്റി എന്നുള്ളതിൽ തടിയുടെ അഴകാണ് കാണിച്ചു കൊടുത്തു. സത്യം. അതുപോലെ ഒരു ഒത്തിരി സൈസ് പ്ലസ് ഷോപ്പുകൾ അല്ലേ, അതൊക്കെ ഇപ്പൊ വന്നു. ഇപ്പൊ ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്പുകളിലും സൈസ് പ്ലസ്, ഇപ്പോൾ XL, XXL, XXL അങ്ങനെ പറഞ്ഞിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ഒരു കാറ്റഗറി തന്നെ ഒതുക്കിയിട്ടുണ്ട്. ഹസീന അല്ലേ? ഹസീന എന്ന് പറഞ്ഞാൽ ഹസിയുടെ ഒരു കാര്യം ചോദിക്കുള്ളൂ. ഹസി ഇപ്പം എങ്ങനെയെങ്കിലും ആയിത്തീർന്നേ പറ്റൂ, അല്ലെങ്കിൽ എന്ത് ചെയ്തു ആയിത്തീർന്നേ പറ്റൂ എന്നുള്ളൊരു വേർഡ് ഇപ്പോൾ ഇവിടെ പറഞ്ഞായിരുന്നു. ആ സമയത്ത് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ മറ്റു ചിലർക്ക് വേറെ ചിലതാണ് ആവശ്യം, പെൺകുട്ടികളുടെ നിന്ന്. അപ്പം ഹസി അതിനൊക്കെ വഴങ്ങിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ ക്യാരിയറിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിൽക്കുന്ന മുൻനിര ആർട്ടിസ്റ്റുകൾ, എന്നെ നായിക എന്നല്ല പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നത് അത്യാവശ്യം ക്യാരക്ടർ റോൾ ചെയ്ത് നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് എത്തായിരുന്നു. എനിക്ക് വന്നിരിക്കുന്ന ഓഫേഴ്സ് അല്ലെങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസൊക്കെയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് തമിഴിൽ തെലുങ്കിൽ രവി തേജയുടെ ഒരു പടം വന്നു. ആ പടത്തിൽ എനിക്ക് അത്യാവശ്യം അതിൻ്റെ അകത്തൊരു സെക്കൻഡ് ഹീറോയിൻ എന്ന് വെച്ചാൽ ഒരു വില്ലത്തി ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ വരെ എനിക്ക് ഓഫർ ചെയ്തിട്ട് അവരെന്നോട് ചോദിച്ചു, ഇതുപോലെ ചെറിയൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാനത് സാധാരണ നമ്മുടെ ഇൻഡസ്ട്രിയിൽ കേട്ട് വരുന്ന ഒരു കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ആദ്യം പറയാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷി, ഇപ്പം ഞാൻ പതിവ്രത എന്ന് പറയുന്ന സംഭവമല്ല, എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നുകയാണ് എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, എനിക്ക് അയാളുമായിട്ട് എനിക്ക് അയാളോടൊരു ഫീല് തോന്നുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ അയാളോട് എനിക്കൊരു റൊമാൻറ്റിക് ഫീല് അല്ലെങ്കിൽ എനിക്കൊരു സെക്സി ആയിട്ടുള്ളൊരു ഫീല് തോന്നി, ഞാൻ അയാളുമായിട്ട് ഒരു ഇൻറ്റിമസി സീനിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സാക്ഷിക്ക് വലിയ കുറ്റബോധം തോന്നില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, നിനക്ക് ഇങ്ങനെ ഒരു അവസരം ഞാൻ തരാം, നീ വരാമോ എന്ന് ചോദിക്കുന്ന ഒരു ഇതും നമുക്ക് ഇഷ്ടം തോന്നി നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് പീഡനം എന്ന് പറയുന്നത് അത് നമ്മൾ പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടം തോന്നിയില്ലെങ്കിൽ കൂടി നമ്മൾ ആ അവസരത്തിനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ഒരു സംഭവം. ഇഷ്ടം തോന്നി ആരെങ്കിലും കൂടെ കൂടുതലായിട്ട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേരോട് ക്രഷ് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇൻറ്റിമസി സീൻസിലോട്ട് ഒന്നും പോകുന്ന ഒരു തരത്തിൽ എത്തിയിട്ടില്ല. കാരണം എനിക്ക്
എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഇന്നതാണ്, എൻ്റെ ഫാമിലിയിൽ ഒരിക്കലും എന്നെപ്പറ്റി മോശമായിട്ടുള്ള ഒരു അഭിപ്രായം, ഞാൻ മോഡലിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ എക്സ്പോസ് ചെയ്യുന്നു, അവൾ ചെറിയ തുണി കൊടുത്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ് അവൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് എനിക്ക് അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതെൻ്റെ പ്രൊഫഷനാണ്. ഇപ്പം ഞാൻ ഇച്ചിരി എക്സ്പോസ് ചെയ്ത് എൻ്റെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല എൻ്റെ വീട്ടിൽ. അതേസമയം എന്നെ ഒരാളെയും കൂടെ ഇന്നടത്ത് വെച്ച് കണ്ടു, അല്ലെങ്കിൽ ഞാനും ഒരാളും കൂടെ ഇന്ന ഇതിൽ നിന്ന് വരുന്ന കണ്ടു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. അതങ്ങനെ ഒരു വിശ്വസിക്കുന്നു. ഒരു ഫ്രണ്ടിനോട് ബൈക്കിൽ പോകുന്ന വലിയ സംഭവമാണ് നിങ്ങളുടെ ഏരിയയിൽ അല്ലേ? അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൺ സുഹൃത്തുക്കളാണുള്ളത്. കാരണം ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ജിമ്മിലുള്ള പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്മാരെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ എക്സിബിഷൻ നടക്കുന്നിടത്താണെങ്കിലും മറ്റേ എന്താ പറയുക എല്ലായിടത്തും അമ്പലങ്ങളിലും എല്ലാം അവന്മാരാണ്. അതിന് ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ പറയും ഞാൻ മറ്റേ ബോഡി ഗാർഡായിട്ട് കൊണ്ട് നടക്കണേ അവന്മാരെന്ന്. അതുപോലെ ഞങ്ങൾ ആമ്പിള്ളേർ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ടുള്ള ഒരു ആളും കൂടിയാണ് ഞാൻ. ഒരു ക്വസ്റ്റ്യൻ ഫണ്ണിയായിട്ട് ചോദിക്കാം, അത് ചോദിക്കട്ടെ? വേറൊന്നുമല്ല, ഇപ്പം ഈ ഷോർട്സ് ഒക്കെ ഇട്ട് ഫസ്റ്റ് എടുത്തെന്ന് പറഞ്ഞു, അപ്പം നാട്ടുകാർ തള്ളിപ്പറഞ്ഞു, വീണ്ടും തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഷോർട്സ് ഇട്ട് കണ്ടിട്ട് രാത്രി വന്ന് കഥകി മുട്ടുന്ന ബിരുദന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ രാത്രി മെസ്സേജ് അയക്കുന്ന ബിരുദന്മാരുണ്ടായിരുന്നു. കഥകി മുട്ടുന്ന നമുക്ക് മെസ്സേജ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകി മുട്ടുന്ന ഞാൻ നാട്ടുകാരനാണ്, എന്നെ മനസ്സിലായോ, ഇത്രയും സുന്ദരിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ അതാണ് ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം പറയാമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ ഒരു നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പൗരപ്രമുഖനാണോ? പ്രമുഖനാണ് നമ്മുടെ നാട്ടിലാണ് കേട്ടോ. ചെങ്ങന്നൂർ കറക്റ്റ് സ്ഥലം എവിടെയാ? അത് വേണ്ട അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാവും. അദ്ദേഹത്തിന് മാത്രമല്ല അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയത്തില്ല. ഇല്ല അത് വേണ്ട. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അപ്പോൾ പുള്ളി നമ്മളിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുമ്പം ഞാൻ ജസ്റ്റ് പുള്ളി നമ്മുടെ ഒരു ആളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഈ മോഡലിംഗ് ഒക്കെ തുടങ്ങി അതിന് ശേഷം അപ്പം പുള്ളി ഞാനിങ്ങനെ നോക്കി ചിരിക്കും, ഇങ്ങനെ ചിരിക്കും. അപ്പോൾ പുള്ളി എന്നെ കാണുമ്പോൾ ജാടായിട്ടില്ല, പുള്ളി ഇങ്ങനെ എന്നെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിക്കാണ് പുള്ളി എങ്ങോട്ടോ നോക്കി നിൽക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ നമ്മളോട് മിണ്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ പുള്ളിക്കാരൻ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രാത്രി എന്നെ മനസ്സിലായോ, എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ഫേസ്ബുക്കിൽ. ഞാൻ അന്നേരം ഒന്നുകൂടെ പ്രൊഫൈൽ എടുത്തു, ഈ പുള്ളിക്കാരൻ തന്നെയാണോ ഇത്? പ്രൊഫൈൽ എടുത്തു, അതെ ഇങ്ങനെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളവിടെ അണ്ണേന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു അണ്ണേ മനസ്സിലായി. അപ്പോൾ ആണോ, ഫോട്ടോസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ശരി താങ്ക് യു. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നെ എന്താ ഉദ്ദേശിച്ചേ? അല്ല ഞാൻ അങ്ങനല്ല ഞാൻ പറഞ്ഞേ. പുള്ളി ഭയങ്കര ഉരുണ്ട് കളി, പിന്നെ പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക ഒരു വേറൊരു ലെവൽ സംസാരം. ഞാൻ പറഞ്ഞു അണ്ണൻ എന്തുദ്ദേശിച്ചിട്ടാണ് സംസാരിച്ചതെങ്കിലും ആ സംസാരം ഇവിടെ നിർത്തിക്കോ. ഞാൻ അണ്ണനെ നമ്മുടെ നാട്ടിലൊരു ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വേറെ രീതിയിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്നെ ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്നോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അത് പറഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളിനെ കാണുമ്പോൾ നമ്മളൊരാളെ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമ്മളിപ്പോൾ കാണുമോ, നമ്മളറിയാം. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരൻ നമ്മൾ നോക്കുന്ന കാണുമ്പോൾ പുള്ളിക്കാരൻ നമ്മളെ നോക്കി നിൽക്കുമായിരിക്കും, പെട്ടെന്ന് വേറെ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒരു എന്താ സംഭവം അറിയോ? ഞാൻ അണ്ണന്റെ കാര്യം പറയാ, തെറ്റിദ്ധരിക്കണ്ട. അണ്ണൻ നോക്കിയത് മുഖത്തായിരിക്കത്തില്ല, പെട്ടെന്ന് ഹാസി നോക്കിയപ്പോഴത്തേന് കണ്ണ് മാറ്റാൻ പറ്റിപ്പില്ല. അതുകൊണ്ടാണ് വേറെ രീതിയിലേക്ക് പരതി പോയത്. അതുകൊണ്ടായിരിക്കാം. അണ്ണ നമസ്കാരം. പക്ഷേ ഫാമിലിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ അറിയുന്ന ആളുകൾ, അവിടുത്തെ വലിയ വലിയ ആളുകളൊക്കെ ഇങ്ങനെ നോക്കാതിരിക്കുക, അതായത് പകൽ വെളിച്ചത്തിൽ ചിരിക്കാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മാനസിക വിഷമം തോന്നാറുണ്ടോ ആ സമയത്ത്? എങ്ങനെ? തീർച്ചയായിട്ടും. പിന്നെ ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി പിന്നെ അബ്രോഡായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി അവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ഒരു സംഭവമൊക്കെ കാരണം എൻ്റെ ഈ ഫോട്ടോസൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേന് ഈ ഉമ്മച്ചിയോടാണ് എല്ലാവരും ചെന്നിട്ട് നിനക്ക് നിൻ്റെ മോളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റത്തില്ല, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അതിൻ്റെ. കാരണം ഉമ്മച്ചി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കാരം പർദ്ദയൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ പുള്ളിക്കാരിയോട് ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് സംസാരിക്കുമ്പം എന്തിനാ നിൻ്റെ വാപ്പൻ്റെ
പെങ്ങന്മാരും എൻ്റെ വാപ്പൻ്റെ വീട്ടുകാരും എല്ലാവരും വിളിച്ചിട്ട് പറയുന്നത് വാപ്പ മരിച്ചുപോയി, അതുകൊണ്ട് വാപ്പയോട് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് ഇത് ഉമ്മച്ചിയോട് വിളിച്ചിട്ട് ചോദിക്കും, പിന്നെ സ്വന്തം മോളെ അടക്കി ഒതുക്കി വളർത്താൻ പറ്റാത്ത ആളാണോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വർഷം ഉമ്മച്ചി നാട്ടിൽ പോലും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇതൊരു പ്രൊഫഷനാണ്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത് വേറൊരു നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് നിങ്ങളോട് ഇപ്പോഴും, പക്ഷേ പുള്ളിക്കാരി എന്താ പറയുക, നമ്മളോട് ഫുള്ള് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ സപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്ന് ഇനി ഒരു പക്ഷേ ഞാനിപ്പോൾ സിനിമയിലൊക്കെ വന്നു, സിനിമയിലൊക്കെ അറിയപ്പെടുന്ന ഒരു നടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഇത് ചെയ്തേക്കാം, അക്സെപ്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇപ്പോഴും എൻ്റെ മോഡലിങ്ങിനോടോ എൻ്റെ ഞാൻ തിരഞ്ഞെടുത്ത ഈ പ്രൊഫഷനോടോ പുള്ളിക്കാരി ഒട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു രീതിയിലല്ല ഞങ്ങളുടെ വീട്ടിൽ ഉള്ളൊരു നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും എന്നെ കുറ്റം പറയും. ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ നിനക്ക് ആ ചുരിദാർ കിട്ടുക ഷാൾ കിട്ടുക വന്നാൽ പോലെ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം ഏതൊരമ്മ നോക്കുമ്പോഴും സത്യം സ്വന്തം മകളെ ക്ലീവേജ് ഒക്കെ കാണിച്ചിട്ട് നിൽക്കുമ്പോൾ അതിൽ ഫോട്ടോസ് എടുക്കുന്ന, ആ ഫോട്ടോസ് വീഡിയോസ് ആക്കുന്നത്, ഫോട്ടോ എടുക്കുന്നവർ ഉൾപ്പെടെ ബ്ലൂപേഴ്സ് പോലെ വരുന്നുണ്ട്. അപ്പം ഏതൊരു മാതാപിതാക്കളും തീർച്ചയായിട്ടും അതിന് ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം നമ്മുടെ നാട്ടിലാണ് ഇതിനൊക്കെ. ഇപ്പം ഞാൻ എപ്പോഴും എന്നെ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ ജനിക്കേണ്ട ഒരാളേ അല്ലായിരുന്നു. ജനിക്കേണ്ടതേ അല്ലായിരുന്നു. അതും കേരളത്തിലെ ആദ്യത്തെ വേറെ കാര്യം, അതിനകത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ഈ ഫോട്ടോ, അതായത് ഹസിയുടെ ഫോട്ടോ കുറേ പേരെ കാണിച്ചു. അത് കാര്യം ഐഡന്റിഫൈ ചെയ്തല്ല ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യം. അപ്പം ഞാൻ കുറേ ഫ്രണ്ട്സിന് അയച്ചു, ഗ്രൂപ്പിലൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് 2-3 ആളിയാ ഇവൾ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എനിക്ക് വന്നു. അപ്പോൾ അതിനകത്ത് 2 മീനിങ് ഉണ്ട്. ഒന്ന് താങ്കളുടെ ഫോട്ടോ എടുത്തതിൻ്റെ ആ മീനിങ്, 2 ഇങ്ങനെയുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നുണ്ടല്ലോ മീനിങ് വരും. അപ്പോൾ ഈ 2 മീനിങ്ങിലും എന്താ പറയാനുള്ളത്? കാര്യം ആ കോസ്റ്റ്യൂമിലുള്ള, അതായത് നമ്മളിപ്പം മലയാളത്തിൽ പറഞ്ഞ പൊക്കിൾ കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന മോഡൽസ് ആണെങ്കിലും ഇപ്പോൾ വരുന്ന കോളേജ് പെൺപിള്ളേർ തന്നെ ഷോർട്സ് വിട്ട് അത്യാവശ്യം ക്രോപ്പ് ടോപ്പ് വിട്ട് അവർ നെവലും കാണിച്ച് തൈസും കാണിച്ചൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എറണാകുളം ടൗണിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഫോട്ടോ വെച്ച് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ പെൺപിള്ളേർ സ്ലീവ്ലെസ് വിട്ട് ഈ പറയുന്ന നെവൽ യൂഷ്വലാണ്. പക്ഷെ ഞാൻ വന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ സംഭവമായിരുന്നു. അയ്യോ നെവൽ, അയ്യോ ക്ലീവേജ്, തൈസൊക്കെ എന്ന് പറയുമ്പോൾ അവള് തൊടയൊക്കെ കാണിച്ച് നടക്കുന്ന ആ ഒരു സംഭവമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എല്ലാവരും, ഇപ്പോൾ പേരൻസ് ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ എന്താ പറയുക, എനിക്കറിയാവുന്നൊരു ഫാമിലി ഉണ്ട്. എൻ്റെ ആ ഫാമിലിയിൽ ആ കൊച്ച് സ്കേർട്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലൊന്നും ഉള്ളതല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ച് അതിന് അമ്മ എനിക്ക് സ്കേർട്ട് മതി, നീ ഷോർട്സ് ഇട്ടാൽ മതി. അമ്മ പറയണം നീ ഷോർട്സ് ഇട്ടാൽ മതി, നിനക്ക് ഷോർട്സാണ് ചേരുന്നത്. പക്ഷെ നമ്മളത്രയും കൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി വരികയാണ്. എന്നാണ് ഒരു അമ്മ ചിന്തിക്കുകയാണ്, എൻ്റെ മോൾക്ക് ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, ഷോർട്സ് ഇടുമ്പോൾ അവൾക്ക് കൊള്ളാം, അവൾ നല്ല രസമുണ്ട് കാണും എന്നാ ഒരു അമ്മ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ സമൂഹവും നമ്മുടെ സൊസൈറ്റിയും ഒക്കെ കുറച്ചും കൂടെ പുരോഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പുരോഗമനത്തിൽ തന്നെയാണ് നമ്മൾ കേരളത്തിലുള്ളവർ. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് പുരോഗമനമൊന്നും ഇല്ല. തീർച്ചയായിട്ടും എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഈ മൂടി പുതച്ച് നടക്കുന്ന ഈ ആൾക്കാരാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, മൂടി പുതച്ച് നടക്കുന്ന ആൾക്കാരാണ് ഏറ്റവും എന്താ പറയുക, ഇതിന് മൈൻഡ് വൈസ് പറയുകയാണെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും അവർക്കാണ് ഏറ്റവും കൂടുതൽ. അതേസമയം കുറച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഓക്കെ തീർച്ചയായിട്ടും. ആക്ച്വലി ഞാനതൊരു പൊതുവെ പറഞ്ഞൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊതുവെ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക വ്യൂ പോയിൻ്റ് ആയിട്ടോ, ഇത് മറ്റുള്ളവർക്ക് അത് തെറ്റായിരിക്കാം, എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ നോക്കിയെടുത്തോളം കാലം ഭയങ്കര പതിവ്രതകളാണ്, അല്ലെങ്കിൽ ഭയങ്കര വീട്ടുകാരുമായിട്ട് ഭയങ്കര ഇതാണ്, ഞാൻ ഭയങ്കര വീട്ടിൽ നല്ലവളാണ്, കുടുംബത്തിൽ നല്ലവളാണ്, ഞാൻ ഭയങ്കര ഇതായിട്ട് നടക്കുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഇത് ചെയ്യുന്ന അവരുടെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അവർ എന്താ പറയുക, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അനീഷിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ തോളിൽ കയറുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ഓപ്പണായിട്ടാണ് അനീഷുമായിട്ട് ഫ്രണ്ട്ലി. ഇപ്പോൾ അനീഷ് ഒരു ബോയ് ഫ്രണ്ട്, അനീഷിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അനീഷ് എങ്ങനെയാണോ പഴകുന്നത്, സെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാൻ അനീഷിൻ്റെ കയ്യിൽ തോളത്ത് കയറുന്നതും അനീഷിനെ ഷേക്ക് ഹാൻഡ് തരുന്നതും അനീഷിനെ ഒന്ന് ഹഗ് ചെയ്യാണ്. അതൊക്കെ ആ ഒരു സെയിം മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് അതൊക്കെ ഭയങ്കര
എനിക്ക് ആണുങ്ങളുമായിട്ടുള്ള കൂട്ടം അങ്ങനെയൊക്കെ പറയുന്നവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ മനസ്സിലായിരിക്കും കള്ളത്തരങ്ങൾ കൂടുതൽ. ഇവർക്കാണ് സമയം കിട്ടുമ്പോൾ ഇവർ എന്താ പറയുക, എനിക്ക് അറിയാവുന്ന കുറേ പേരുണ്ട് കേട്ടോ, ഉണ്ടോ? അറിയുന്നവരുണ്ടോ? കുറെ പേര് അറിയുന്ന അറിയാവുന്നവർ കുറേ പേര്. മോഷ്ടിച്ച് കഴിക്കുന്ന പരിപാടി ഉണ്ടെന്ന് അതെ, അതാണ് ഉദ്ദേശിച്ചത്. അത് തന്നെ. ആ. അങ്ങനെ അവസരം കിട്ടുമ്പോൾ ഇവർ ഒന്ന് എന്നാൽ ആരും ഇല്ല, ആരും കാണില്ല എന്നുള്ളൊരു രീതിയിൽ. ഞാൻ അത്ര കരിയല്ല. അതെ, എന്നാൽ പക്ഷെ നമ്മൾ പൊതുവെ നിൽക്കുമ്പോൾ അയ്യോ എൻ്റെ അത്രയും നല്ല ആൾക്കാർ അറിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു. ഇത് ഞങ്ങളുടെ പ്രോസ്പെക്ട് പറഞ്ഞല്ല, പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞതാണ്. ആ പുള്ളിക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞ എൻ്റെ മാത്രമായിട്ടുള്ള ഒരു വ്യൂ അല്ല, പോയിന്റ്. അങ്ങനെ അനുഭവസ്ഥയല്ലേ? എന്തോ അങ്ങനെ അനുഭവസ്ഥയാണല്ലോ. അതെ അതെ. അനുഭവസ്ഥനാണ്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് ആ ഒരു രീതിയിൽ. അല്ല, ഒരുപാട് ഫോട്ടോഷൂട്ട് വീഡിയോ ഒക്കെ എടുത്തല്ലോ അല്ലേ? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ അങ്ങനത്തെ ഷൂട്ടുകളുണ്ടോ? അതായത് ഈ കോസ്റ്റ്യൂം വേണ്ട, അത് വേണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നുമല്ലോ നമുക്ക് അങ്ങനെ, അയ്യോ ഇത് വേണ്ടായിരുന്നു, അതായത് കുറച്ച് എടുത്തുചാട്ടം ആയിപ്പോയോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ഷൂട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഷൂട്ട് വന്നിരിക്കുന്നതെല്ലാം അത്യാവശ്യം എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. കംഫർട്ടബിൾ സോണിലാണ്. അതെ, എൻ്റെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നിട്ടാണ് ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇച്ചിരി നേവൽ കാണിച്ചെന്ന് വെച്ചോ, ഇച്ചിരി ക്ലീവ് കാണിച്ചെന്ന് വെച്ചോ, തൈസ് കാണിച്ചെന്ന് വെച്ചോ, അതൊരു എന്താ പറയുക വൾഗാരിറ്റിയിലേക്ക് പോകുന്ന ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരു വൾഗറായിട്ടൊരു ഷൂട്ട് ചെയ്തു എന്നെനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം എന്നെ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ സംബന്ധിച്ച് ബിക്കിനി ചെയ്യുമോ, ബിക്കിനി വെച്ചിട്ടുള്ള ഷൂട്ട്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പിന്നെ ആ ഒരു സമയത്ത്, കാരണം വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബിക്കിനിയൊക്കെ ഇട്ട് എന്നെ ഞാൻ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത് ചെയ്തായിരുന്നെങ്കിൽ ഹസി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു. കാര്യം വെച്ചാൽ കുറച്ചും കൂടെ റേഞ്ച് മാറി, സീരിയസ്ലി പറഞ്ഞാണ്, വേറെ ലെവലിലേക്ക് മാറി. ഒരിക്കലും ഇല്ല, കാരണം ഞാൻ എയർലൈനെ എയർലൈനെ അത് പറയാം. ഞാൻ എന്നെ തന്നെ ഇപ്പോൾ എനിക്കൊരു കോസ്റ്റ്യൂം കിട്ടുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ കോസ്റ്റ്യൂം നോക്കിയിട്ട് ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടാൽ എത്രമാത്രം സ്യൂട്ടബിൾ ആവും എന്ന് ഞാനിങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് ആ കോസ്റ്റ്യൂം പറ്റുന്നതാണോ, ഈ കോസ്റ്റ്യൂം ഞാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അവരോട് തന്നെ പറയും, ഫോട്ടോഗ്രാഫേഴ്സിനോട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നത്, ഞാനിപ്പോൾ ഫോട്ടോഷൂട്ട് നിർത്തിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി. ഫോട്ടോഷൂട്ടിന് ഇപ്പോൾ ഞാൻ ഫോട്ടോഷൂട്ട് അധികം ചെയ്യാറേ ഇല്ല. അപ്പോൾ എന്നെ വിളിക്കുന്ന ഫോട്ടോഷൂട്ടിന് വിളിക്കുന്നവരെല്ലാവരും എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ മുണ്ടുടുത്ത് ബ്ലൗസും മുണ്ടും മാത്രമായിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു ഏറ്റവും ആദ്യത്തേതായിരുന്നു അത്? അല്ലല്ല, അത് ഞാൻ ഇടയ്ക്ക് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു 70, 80, 60 കാലഘട്ടങ്ങളുടെ ആ ഒരു മോഡലുള്ള. അതെ അതെ അതെ, ഒരു ചെറിയ അടുക്കള സീരീസ് പോലെ ഒരു സംഭവമൊക്കെ ചെയ്തത്. അപ്പോൾ എന്നെ ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ എന്നെ സിനിമയിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിലേക്ക് വിളിച്ചൊരു ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ആ ഒരു ഇതിലാണ്. എനിക്ക് സിനിമയിലേക്ക് വിളിച്ച് എന്താണ് പറഞ്ഞത്, ഇതാണ് ബ്ലൗസും മുണ്ടും ഈ ഒരു കോസ്റ്റ്യൂമാണ് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ആ ഒരൊറ്റ ഷൂട്ട് കൊണ്ട് എൻ്റെ ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെ അതിലേക്കായി പോയി എന്നുള്ളൊരു ഇതാണ്. കാരണം ഒറ്റ ഫോട്ടോഷൂട്ടോടുകൂടി ഞാൻ എന്നെ വിളിക്കുന്ന സിനിമയ്ക്കാണെങ്കിലും സീരിയലിനാണെങ്കിലും ഇപ്പോൾ ഇതിന് വിളിക്കുക, ഫോട്ടോഷൂട്ടിന് വിളിക്കുകയാണെങ്കിലും കോസ്റ്റ്യൂം ഇതാണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പോലീസിൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് മോഡേൺ ടൈപ്പും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിൽ നിൽക്കുന്നതും ആൾക്കാർക്ക് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറയാണ്. ഹസിയുടെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ് ഈ പറഞ്ഞ കോസ്റ്റ്യൂമും ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടും. അത് ചേഞ്ച് ചെയ്താൽ ഹസിക്ക് ചാൻസ് കിട്ടുമെന്ന് യാതൊരു വിധത്തിൽ നോക്കാൻ വേണ്ട. കാര്യം അങ്ങനെയുള്ളൊരു വിചാരത്തിലാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസിയുടെ നിന്നും അതായിരിക്കും അവർക്ക് വേണ്ടത് അല്ലേ? അപ്പം അതെ, വണ്ണം കുറച്ച് നല്ല കുറച്ച്. പക്ഷേ അതിലേക്ക് വരണം, അത് കാണിച്ചുകൊണ്ട് തെറ്റൊന്നും പറയില്ല. അതൊരു സിനിമയാണ്, കലയാണ്, നമുക്ക് ചെയ്യേണ്ട കാര്യം തെറ്റാണെന്നല്ല പറയുന്നത്. നമ്മളെ ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു റോൾ ചെയ്തു, ആ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പിന്നെ ആ ഒരു ക്യാരക്ടറൈസ് ചെയ്തെന്ന ഒരു സംഭവമാണ്. അതുപോലെയുള്ള ഒരു സിമിലാരിറ്റി ഉള്ള കുറേ ക്യാരക്ടേഴ്സ് ആർക്കും അവർക്ക് വീണ്ടും വരിക. അപ്പോൾ അതേ ഒരു ടൈപ്പാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഈ ഒരു കോസ്റ്റ്യൂം വന്നപ്പോഴത്തേക്കും ആ കാറ്റഗറൈസ് ചെയ്ത് ആ ഇടയ്ക്ക് ഹസിയുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടാണ് വന്നിട്ടുള്ളത്. നേരെയുള്ള ഫോട്ടോഷൂട്ട് മീൻസ് സാരി ഉടുത്തതോ അല്ലെങ്കിൽ ചുരിദാറിട്ടോ ഒന്നും വന്നിട്ടില്ല. ഈ ക്ലീവേജും അതിങ്ങനെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആൾക്കാർ അങ്ങനെ എക്സ്പെക്ടേഷൻ വരുന്നത്. അതുകൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ, എത്ര പെഗ് അടിക്കും ഒരു ദിവസം? അയ്യോ, അത് ഞാനൊരു കള്ളു കുടിക്കുന്ന കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ല, കള്ളു കുടിക്കുന്നത് വെച്ചാൽ അതൊരു തമാശ രൂപേണ. കാരണം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് എൻ്റെ ചെറുപ്പത്തിലെ ബാപ്പയുമായിട്ട് ബാപ്പ ഞങ്ങളെ ബാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ബാപ്പയുടെ ഒരു
ഫേവറേറ്റ് ഒരു ഹോട്ടലുണ്ട്, പാലാഴി എന്ന് പറഞ്ഞാൽ പത്തനാപുരത്ത്. ആ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വാപ്പയ്ക്ക് മാത്രം വലിയ കുപ്പി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയ പെപ്സി. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ വാപ്പയോട് വഴക്കുണ്ടാക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 5-6 വയസ്സ്, ആ ഒരു 3-4-5 വയസ്സ് ആ സമയം തൊട്ട് വാപ്പ എനിക്കാണെങ്കിൽ ഈ ചെറിയ അതിൻ്റെ അടപ്പിൽ അന്ന് മറ്റേ നീളമുള്ള തരുമോ? ബിയർ എനിക്ക് ഒഴിച്ചു തന്നെ. പക്ഷേ പുള്ളിക്കാരൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചവർപ്പ് കാരണം ഞാനത് പിന്നെ കുടിക്കാതിരിക്കുമെന്നൊക്കെയാണ്. പക്ഷേ ഞാനത് എക്സ്പീരിയൻസ് ആയി കൊടുത്തല്ലേ. അല്ല, അതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ, കുപ്പിയൊക്കെ വെച്ചിട്ട് ഈ ബിയർ കുപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കുടിക്കുന്ന രീതിയിലുണ്ടായിരുന്നു അതിനകത്ത്? ഇല്ല, ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന ഒരു ദിവസം. അത് കുടിച്ച് തീർത്തിട്ട് വെച്ചാണോ കുപ്പി അത് കയ്യിൽ? അല്ല, ബിയർ കുടിക്കുന്നതുകൊണ്ട് എന്താണ് അതിനകത്ത്? എനിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ച ഒരു ഫീല് മാത്രമേ ബിയർ കുടിച്ചിട്ട് തോന്നിയുള്ളൂ. എനിക്ക് നമ്മുടെ കൊക്കക്കോളയും സ്പ്രൈറ്റും കുടിക്കുന്ന ഒരു രീതിയിൽ മാത്രമേ എനിക്ക് ബിയർ ലിക്കറിലില്ല, ബിയർ മാത്രമേ ഉള്ളൂ. അത് എത്രയോ ഈ ഷൂട്ടിന്റെ സമയത്ത് എന്തോ 2-3 പ്രാവശ്യം മാത്രം. ഫാമിലി ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുമ്പം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവത്തില്ലേ വീട്ടിലൊക്കെ? കാര്യം മാരീഡ് ആണെന്നറിയാം, ഇപ്പം എന്താണ് അവസ്ഥ? ആക്ച്വലി ഞാൻ ഈ മോഡലിംഗിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയി കാണാം. ഞങ്ങൾ തമ്മിൽ ഒരുപാട് എന്താ പറയുക വ്യത്യാസങ്ങളല്ല, ഞങ്ങൾ തമ്മിൽ ചേർന്ന് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വന്ന സമയത്ത് ഞങ്ങൾ മ്യൂച്വലായിട്ട് ഒരു വേണ്ടാന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. അങ്ങനെ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ ഹസി ഒരുപാട് ഇതൊക്കെ ചെയ്തല്ലോ, അപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ എന്താ പെട്ടെന്ന് ഒരു ഇമേജ് കോൺഷ്യസ് ആവാൻ കാരണം? എനിക്ക് കുറച്ചും കൂടി, ഇപ്പോൾ ഞാൻ കേട്ടു ഹസി പറഞ്ഞു കുറച്ചും കൂടി നല്ല സിനിമയിൽ നല്ല റോളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് ആദ്യത്തെ ഫോട്ടോഷൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആളുകൾ. അപ്പോൾ എന്താണ് കുറച്ചും കൂടി ഇമേജ് നന്നാക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായോ? അത് ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണോ? അല്ല, ആക്ച്വലി എനിക്ക് ഈ പറയുന്ന ഈ ഒരു ഫോട്ടോഷൂട്ടിന് മുന്നേ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും ബിഫോർ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അത് ഈ ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് ഈ ഒരു ക്യാരക്ടർ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പലരും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പലരും ആ ഒരു രീതിയിൽ എന്നെ വിളിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റണം എന്നുള്ള ഒറ്റ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പോൾ എടുത്ത് ചെയ്യാത്തത് തന്നെ. ഇപ്പം വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയിൽ വരെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്നെ ആൾക്കാർ ഇനി ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഇനി ആ ഒരു രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വിടണ്ട. എനിക്ക് അതിന് മേളിലും എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും എനിക്ക് ഭാവിയുണ്ട്, അതിൻ്റെ മുകളിലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ നായിക അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് ഇയർ അങ്ങനെയൊന്നും അല്ല, നമുക്കൊരു വില്ലത്തി ക്യാരക്ടർ അല്ല ഇപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു രീതിയല്ലേ. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്തുവാടി എന്ന് വെച്ചാൽ നീ പോടാന്ന് പറയാൻ ആംബിയർ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അങ്ങനെ ഉണ്ടോ? അങ്ങനെയാണ് എന്നെ എൻ്റെ വാപ്പ വളർത്തിയത്. ഞങ്ങളുടെ കുടുംബത്തില് ഏറ്റവും കൂടുതൽ എന്താ പറയാ, എനിക്ക് എൻ്റെ ഒരു സിസ്റ്ററാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകൊച്ചിനെ എങ്ങനെയാണോ വളർത്തുന്നത് ആ ഒരു രീതിക്ക് എൻ്റെ വാപ്പ എടാന്നാണ് വിളിക്കുന്നത്. ഒരു ആൺകൊച്ചിനെ വളർത്തുന്ന രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. എന്നോട് പറയും, നിന്നെ ആരെങ്കിലും അടിച്ചോ അല്ലെ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, നീ അവനെ തിരിച്ച് പറഞ്ഞിട്ട് നീ വീട്ടിൽ വരണം. ചെറിയൊരു ഇൻസിഡൻറ്റിലൂടെ പറയാം. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്, എനിക്ക് തോന്നുന്നു 4-ഓ 5-ലോ കണ്ടാണ്, 3-ലോ 4-ലോ കണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി എന്നെ മറ്റേ പ്ലാസ്റ്റിക് സ്ലേറ്റ് ഇല്ലേ, ഈ മുത്തൊക്കെ ഉള്ള അത് വെച്ച് എന്നെ അടിച്ച് എൻ്റെ തല ഇങ്ങനെ മുഴച്ച്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വാപ്പ എന്നെ കാണുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ തല ഇങ്ങനെ മുഴച്ചിരിക്കുന്നു. ഞാനിങ്ങനെ ഭയങ്കര കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ വാപ്പ എന്നോട് ചോദിച്ചു, ഇതെന്തോ പറ്റിയതാ? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഇന്നാളെ അടിച്ചതാണ്. എന്നിട്ട് നീ അതും കൊണ്ടോണ്ടിങ്ങി പോന്നോ, തിരിച്ചു കൊടുക്കണ്ടേന്ന്. പിറ്റേ ദിവസം വാപ്പയെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നു, അടിച്ചു. എൻ്റെ കയ്യിൽ തടിയുടെ സ്ലേറ്റായിരുന്നു. കൊച്ച തല പൊട്ടി പെങ്കൊച്ച്. അപ്പോൾ വാപ്പയെ വിളിച്ചപ്പം പ്രിൻസിപ്പാൾ പറയുന്ന ഇതാണ്, പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടാ കൊച്ചു ചെയ്തതെന്നാണല്ലോ പറയുന്നത്. അതിന് പാപ്പനോട് പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കിപ്പോൾ എല്ലാ സിനിമയും ഓർമ്മ വരുന്നത്. നമ്മുടെ പ്രേമം സിനിമ ഉണ്ടല്ലോ, രഞ്ജി പണിക്കർ സാർ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോയിട്ട് പറയത്തില്ലേ, വെളിയിറങ്ങുമ്പോൾ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതെനിക്ക് ഉപ്പ സപ്പോർട്ടായിരുന്നു അതിന്റെ അങ്ങനെ സപ്പോർട്ടൊന്നുമില്ല, നമ്മളെ ഒരു ബോൾഡായിട്ടാണ് വളർത്തിയതൊക്കെ. ആ ബോൾഡ്നെസ് ഇപ്പോഴും നിലനിന്ന് പോകണ്ടാണ് ഇപ്പൊ ഈ എറണാകുളത്ത് സിറ്റിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്നത്.
ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. വെളിയിലിറങ്ങാൻ ഒറ്റയ്ക്ക് പോയി. പിന്നെ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ പിന്നെ എവിടെ ചെന്നാലും ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ക്യാരക്ടർ വെച്ചിട്ട് എന്നോട് എന്താ ചോദിച്ചാൽ തിരിച്ച് എന്താ ഇപ്പം എന്നെ ഒരാൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കും എന്താണോ നോക്കുന്നത് ചോദിക്കും. അല്ല അങ്ങനെ നോക്കിക്കൂടാന്നുണ്ടോ? നോക്കിക്കൂടാന്നല്ല, നമ്മൾ ഒരു വൃത്തിയായിട്ട് നമുക്കറിയാമല്ലോ നമ്മൾ ഒരാൾ ഏത് രീതിയിൽ. ഇപ്പോൾ എന്നെ ഇപ്പോൾ അനീഷ് ഇപ്പോൾ നോക്കുന്നു, അനീഷിൻ്റെ നോട്ടം ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണി മാത്രമേ നോക്കി അതറിയാൻ പറ്റും അല്ലേ, അതറിയാൻ പറ്റും. നമ്മൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് രമ്യക്ക് എന്ത് തോന്നുന്നു, അതെ അതെ. നമ്മളെ ഒരാൾ വഷളം നോട്ടമാണ് നോക്കുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ലേ. അത് പല പെൺകുട്ടികളും ചെയ്യുന്ന ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവോയ്ഡ് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നത് പ്രതികരിക്കുക എന്നുള്ള സംഭവമാണ് കൂടുതലും. നമ്മൾ പ്രതികരണശേഷി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു നോട്ടം മതി എതിർഭാഗത്ത് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇതാകാൻ വേണ്ടി. അല്ല അയാൾ നോക്കുന്നതേ ഇടയ്ക്ക് ചോദിക്കാറ്, നിങ്ങൾ ഇട്ടുകൊണ്ട് വന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ചിലപ്പോൾ കുറച്ച് സെക്സി ഫീൽ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിന് തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് പറയാൻ ഇപ്പം ഞാൻ നോർമലായിട്ടുള്ള ഞാൻ മോഡലിംഗ് ഷൂട്ടിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോറിലൊക്കെ വരുന്നതോ റാം ഷോയിൽ വരുന്നതോ ടൈപ്പിലല്ല ഞാൻ ഈ പറയുന്ന സാധാരണ രീതിയിലുള്ള കോസ്റ്റ്യൂമൊന്നും അതായിരിക്കത്തില്ല. നമ്മൾ സാധാരണക്കാരിയായിട്ട് പറയും. ആ സമയത്ത് നമ്മൾ ഒരാൾ നോക്കുന്ന രീതി ശരിയല്ല. ആ നോക്കുന്ന രീതി ശരിയല്ലെങ്കിൽ ഞാൻ അയാൾ എന്നെ എത്ര മടങ്ങാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിരിച്ച് 2 മടങ്ങ് കൂടെ ചേർത്ത് ഞാൻ അയാളെ രൂക്ഷമായിട്ട് നോക്കും. അവൻ നല്ല രീതിയിൽ അവനൊരു ഇതുള്ളവനാണെങ്കിൽ അവൻ നോട്ടം മാറ്റും. അതല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്താ പറയുക സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ചെയ്യുമ്പോഴേ കുറച്ചും കൂടെ ഇത് വേണ്ടേ, മനസ്സിലായില്ല. അങ്ങനെയല്ല, ചെറുതായിട്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ആൻസർ അല്ല കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. എൻ്റെയോ ചെറുതായിട്ട് എനിക്ക് തോന്നി. അല്ല നമുക്ക് നോക്കാം, സംസാരിച്ച് നോക്കാം ഒന്ന്. അല്ല മാറ്റിയിട്ട് ഇന്റർവ്യൂ എടുക്കാം, ഇനി അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അത് മാറ്റിയിട്ട് അല്ല എന്താ ഉദ്ദേശിച്ചേ? അല്ല ആള് പറയുന്നത് ആള് ചോദിക്കുന്നതിനൊന്നും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. പൊതുവേ ഒരു ഇതില്ല. അപ്പോ എനിക്കത് പൊതുവേ നമ്മൾ വിചാരിച്ച ആ ഒരു ആൻസർ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്നെയല്ലേ ഞാൻ ഉത്തരം പറഞ്ഞേ. എനിക്കോ? ഞാൻ ജാടയിൽ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് അങ്ങനെ ഒരു ജസ്റ്റ് ഫീൽ ചെയ്തു. ഞാൻ വന്നപ്പോൾ വിചാരിച്ചില്ല, പക്ഷെ ഇരുന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു. എന്താണ്? അല്ല എനിക്ക് ഒരു ചോദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല, ഇവിടേക്കും നോക്കുന്നു, അങ്ങനെ തോന്നിയായിരുന്നു. എനിക്ക് ജാടയായിട്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ ജാടയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഈ രീതിയിലല്ല സംസാരിക്കുക. ഞാൻ കുറച്ച് കാലിൻ്റെ ഓർത്ത് കാലൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഹായ് ആയിട്ട് പറയൂ ആ ഒരു രീതിക്കല്ലേ സംസാരിക്കുക. ഞാൻ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് തമ്മിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് എൻ്റെ പറയുന്ന ഉത്തരങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഇവിടെ അല്ല, ഇവിടെ അല്ലോ ഇത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ജാട കാണിച്ചു എന്നാ പറയുന്നത്? അല്ല ഇവിടെ പിന്നെ അനീഷ് വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ആള് ഭയങ്കര ഓപ്പണപ്പാണ്. അല്ല അനീഷ് എന്നെ വിളിച്ചപ്പോ അനീഷ് എന്നോട് പറഞ്ഞു ഇതുപോലെ കോൺട്രവേഴ്സി ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൊതുവായിട്ടുള്ള എന്റെ ഇന്റർവ്യൂസിലൊക്കെ അങ്ങനെ വരുന്നതാണ്. എനിക്ക് ഫീൽ ചെയ്തു. അല്ല അത് ഇനിയിപ്പോ ഗസ്റ്റിന് അതൊരു ഇതാവോന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. എന്താവുമെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നമ്മള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അത് കണ്ണിലേക്ക് നോക്കിയിട്ടൊന്നും പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പൊ അതൊരു ഞാൻ ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന രമ്യാണ്, ഇപ്പോ അനീഷും രമ്യയും കൂടാണ് ചോദ്യം ചോദിക്കുന്നത്. പിന്നെ നമ്മള് നമ്മള് ഒരു ക്യാമറ നമ്മുടെ ഫേസിലേക്ക് വെച്ചേക്കുന്നത് നമ്മൾ ക്യാമറയിൽ നോക്കി സംസാരിക്കാനും നിങ്ങൾക്ക് ഉത്തരം തരുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇത്രയും
അതല്ല ബ്രോ അങ്ങനല്ല. അത് നമ്മളൊരു ക്ലാരിറ്റി വേണം. ഇതിപ്പോൾ എന്നെ വിളിച്ചു വരുത്തിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കായിപ്പോയി. അല്ല ഇങ്ങനെ എനിക്കങ്ങനെ തോന്നി, കാരണം ഞാൻ ഇത്തിരി ഇൻ്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു അനീഷിനോട്, ഇങ്ങനെ നമ്മളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചത് ആള്. അനീഷും പറഞ്ഞു ഭയങ്കര ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ചോദിച്ചതിനൊരു ആൻസർ രമ്യയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ അതല്ല രമ്യ, ഞാൻ എന്തിൻ്റെ ആൻസറാണ് രമ്യക്ക് തരാതിരുന്നത്? അല്ല എനിക്ക് അങ്ങനെ ഒരു അല്ല, ഞാൻ ഇപ്പൊ ചോദിച്ച ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ചോദിക്കുമ്പോൾ അനീഷിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. ആണോ? അങ്ങനെ അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിലല്ലേ തീർക്കണ്ടേ? അല്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിലല്ലേ തീർക്കണ്ടേ? ഇപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ടിൽ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫുൾ ടൈം രമ്യയുടെ മുഖത്ത് നോക്കി മാത്രം ഇത് എനിക്ക് ആൻസർ തരാൻ പറ്റത്തില്ല. ഞാനപ്പോൾ ക്യാമറയിൽ നോക്കണം, അനീഷിനെ നോക്കണം, നിങ്ങൾ 3 പേരെ നോക്കുന്നുണ്ട്. ക്യാമറയും ഇവിടെ ഒരു പേഴ്സൺ ആണ്. ഈ ആളെയും കുറെ നേരം നമ്മളെ ശല്യം ചെയ്തോണ്ടിരിക്കുക. ഇത് സോൾവ് ആക്കട്ടെ. പറഞ്ഞിട്ട് നമുക്ക് അതല്ല അനീഷ് എന്നെ വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതുപോലെ 2-3 കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇതുപോലെ എൻ്റെ കൂടെ ഒരു ഫീമെയിൽ ആങ്കറും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. എന്നോട് പറഞ്ഞു നിങ്ങൾ ജാടയാണ്. അല്ല അനീഷ് എന്ന് പറഞ്ഞു ഞാൻ ജാടയാണെന്ന് പറഞ്ഞു. പക്ഷേ വേറെ കാര്യമുണ്ട്, രമ്യയുടെ ഫേസിൽ ചിരി വരുമ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ കളിയാക്കാന്നുള്ള ഫീൽ ചെയ്യുന്നു. വരുന്ന ഗസ്റ്റിനെ കളിയാക്കാണോ ചിരിച്ചിട്ട്? അല്ല, എനിക്ക് ജാടയാന്ന് പറയുന്നു, ഞാൻ ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ബോറായിട്ടുള്ള. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നില്ല? അല്ല ബ്രോ, ഇല്ലേ ചെറുതായിട്ടൊരു ജാട ഫീൽ ചെയ്തില്ലേ അയാൾക്ക്? തോന്നി ആളും കൂടി ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ജാട കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല, എന്താണ് നിങ്ങൾ ജാട കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഞാൻ വളരെ അല്ല, ഞാൻ ജാട എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണ്? പക്ഷേ പിന്നെ ഹസിയുടെ ഉത്തരങ്ങൾക്കൊന്നും കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തില്ല. അതാണ് പറഞ്ഞത് പുള്ളിക്കാരി. ആണോ? നമ്മൾ ചോദിച്ചതിനുള്ള ഒരു റൈറ്റ് ആൻസർ അല്ല എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചതിൽ നിങ്ങൾ എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾ അന്നേരം പറയണം മാം ഈ ക്വസ്റ്റ്യന് ഞാൻ അന്നേരം പറഞ്ഞു. എപ്പോ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു തോന്നിയപ്പോ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടോ? അല്ല, 20 മിനിറ്റ് ഇത്രയും നേരം ഞാൻ സംസാരിച്ച്. അല്ല, അതല്ല അനീഷ്, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് അതല്ല അഖിലേ, ഒരു ക്ലാരിഫൈ വേണ്ടേ? ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇത്രയും നേരം അപ്പം എടുത്ത് ഇന്റർവ്യൂസ് എന്ത് ചെയ്യും? കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, അതല്ല, അതിപ്പോ പറഞ്ഞെങ്കിൽ നന്നായി. കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ അത് ആര് ഇതിന്റെ ഒന്നും ഉത്തരവാദി ഞാനല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു. ആര് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പ്രാങ്കോ? പിന്നെന്താ? അങ്ങനെയല്ലല്ലോ അനീഷ് പറഞ്ഞ. അനീഷ് ഈ എന്താ പറയാ എല്ലാത്തിനും ഒരു വ്യക്തത വേണ്ടേ? നിങ്ങൾ പറയുന്നു ഞാൻ ജാടയാണ്, ഇതൊരു പ്രാങ്ക് ആയിട്ട് പറഞ്ഞതായിരുന്നു. പ്രാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ ഒരു ഹിന്റെങ്കിലും തരണ്ടേ? നേരത്തെ പറയാൻ പറ്റുക. ഇപ്പൊ നിങ്ങൾ എന്നോട് എന്നെ ഇവിടെ വിളിച്ചിരുത്തി ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കായി പോയില്ലേ? അല്ല, അതല്ല, നിങ്ങളിപ്പോൾ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് എന്നോട് പറയാണ് നിങ്ങൾ ജാടയാണ്. ഞാൻ ജാടയായിട്ട് എന്തെങ്കിലും കാണിച്ചെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ല മാം, നമുക്കത് വിടാം. കാര്യം ജസ്റ്റ് ഒരു പ്രാങ്ക്, ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. നമുക്കത് വിടാം. സോറി. അല്ല, അവര് പറയണമല്ലോ. അത് അനീഷ് അല്ലല്ലോ പറയണ്ട, അവരല്ലോ പറയണ്ട. അനീഷാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ പറയണം. പിന്നെന്താ? അതല്ല അനീഷേ, ഇപ്പൊ എന്നെ ഇവിടെ വിളിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവരാണെങ്കിൽ എന്നോട് ഭയങ്കരമായിട്ട് പോട്ടെ, സാരമില്ല. പ്രാങ്കാണ്, 100% പ്രാങ്കാണ്.
ഒരു സോറി പറഞ്ഞാൽ പ്രശ്നം സോറി അത് കുഴപ്പമില്ല. സോറി നമ്മുടെ ഗസ്റ്റ് അല്ലേ. അങ്ങനെയല്ല, അതല്ല, അത് ചെയ്യുന്ന ഒട്ടും ശരിയല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് എന്നോട് പറയാണ് ജാടയാണ്, നിങ്ങൾ സംസാരിക്കുന്നതൊന്നും ശരിയല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്? അല്ല അല്ല എങ്ങനെയാ രമ്യ ഒന്ന് പറഞ്ഞേ, ഞാൻ എങ്ങനെയാ സംസാരിക്കേണ്ടത്? ഇങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി. ഇത് വളരെ അല്ല ഞാൻ എനിക്ക് അയ്യോ ഇതിന്റെ കാരണം ഇതാണ് കേട്ടോ, ഇയാളാണ്. എങ്ങനെയാ ഞാൻ സംസാരിക്കേണ്ടത്? എങ്ങനെയാ? ഇതുപോലെ സംസാരിച്ചാൽ മതി. ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. സൂപ്പർ. നിങ്ങൾ തമ്മിലൊരു ധാരണ നമുക്ക് ബാക്കി പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യായിരുന്നു. ഇത് പ്രാങ്ക് ആയിരുന്നു. എനിക്ക് തോന്നിയില്ല ഇത് പ്രാങ്ക് ആണെന്ന്. നിങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ ഇത്രയും പറയാൻ പറഞ്ഞ അയ്യോ എന്റെ അല്ല, ഒരു ഇന്റർവ്യൂവിലും എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ആദ്യം പറഞ്ഞു റോങ് ക്വസ്റ്റ്യൻസ് ഒന്നും എന്റെ ഭാഗത്തുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞതാ അല്ലേ. കാരണം ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളല്ല. അനീഷ് ഇത് എന്റെ മേലേക്ക് ഇടരുത്. അനീഷേട്ടാ ഒന്നിങ്ങൊന്ന് പ്ലീസ്. എന്തു ചെയ്യണ്ടേ? നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അഖിലേ, ഇത് ഇത്രയും നേരം എടുത്തില്ലല്ലോ. നേരത്തെ പ്രാങ്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ഇടാനായിട്ട്? എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. പറഞ്ഞു ഇയാൾ തന്നെ പറഞ്ഞു. ജസ്റ്റ് പ്രാങ്ക് ആണ്. എനിക്ക് ഇവിടെ നിന്ന് തന്ന ഒരു എന്താ പറയാ നിർദ്ദേശമാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ഇങ്ങ് വാ, കിട്ടിയല്ല പ്രാങ്ക് വിടാന്ന് ഇരി. ഇനി പറഞ്ഞു കുഴപ്പമില്ല. ആക്ച്വലി ഞങ്ങള് രമ്യനെയാണ് പ്രാങ്ക് ചെയ്തത്. ആദ്യത്തെ ഇന്റർവ്യൂ ഒന്നും മനസ്സിലായിട്ടില്ല. അവന്മാരൊക്കെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് അല്ല എനിക്ക് പിന്നെ മനസ്സിലായത് ആ കണ്ണികൾ കരയുന്നത്. ഇതേ ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊടുത്താ കൊല്ലത്ത് കിട്ടും. അല്ല ഇത് അനീഷ് പറഞ്ഞ സമയത്തേ ഞാൻ കണ്ണുടക്കി അനീഷ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു പാവ ആ കുട്ടിയെ പ്രാങ്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ കണ്ണുടച്ചോ, കണ്ണൂടെ തുടച്ചോ. തീർച്ചയായിട്ടും പ്രേക്ഷകരെ, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫണ്ണാക്കിയ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. പുള്ളിക്കാരി ജനൻ ടി വിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തേക്ക് വന്ന ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ചെറിയ സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്റെ എല്ലാം എന്റെ മണ്ടയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയത് കുഞ്ഞുമോൻ സാറ് പറഞ്ഞിട്ട് പോയൊന്നുമല്ല. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് കാണിക്കട്ടെ. അതായത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടിട്ട് ഞാൻ വായിക്കാം എന്താണെന്നുള്ളത്. ഇതാദ്യം കണ്ടു നോക്കേ. മറ്റേതൊക്കെ എങ്ങനെ പറയുന്ന കാശേരും കന്നഡയാണോ വായിക്കുന്നത്? എനിക്ക് കാണുന്നില്ല. വായിക്കാം. മറ്റേതൊക്കെ എങ്ങനെ, അതായത് വേറെ എന്തൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. പറയുന്ന കാശ് തരും എനിക്ക് ഓഫറുകളുടെ പെരുമഴ. തീർച്ചയായിട്ടും ഇത് ഞാൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത് ഇങ്ങനെയാണ്. എന്നെ ഇതുപോലെ ഫോട്ടോഷൂട്ട് ഉണ്ട്, റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? അതെ, റേറ്റ് എത്രയാണ് ചോദിക്കുന്നത്? എന്താ ഫോട്ടോഷൂട്ടിനുള്ള റേറ്റ് ആണോ? ഫോട്ടോഷൂട്ടിനുള്ള റേറ്റ് ആയിരിക്കത്തില്ലല്ലോ മേ ബി. അവർ പറയുന്നത് അവരുടെ നമ്മൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോട്ടോഷൂട്ട് ഉണ്ട്, ഇന്ന ഒരു റിസോർട്ടിൻ്റെ വർക്കാണ്, ഇന്നാണ്, ഒന്ന് ഇത് ചെയ്യാമോ? നമ്മൾ നമുക്ക് ജെന്യുവൻലി ഒരു വർക്ക് വന്നു, നമ്മൾ ഈ വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിച്ച് വരുമ്പോഴേക്കും ലാസ്റ്റ് ഇവരുടെ ചോദ്യം വരുന്നത് ഇതാണ്. അത് പിന്നെ എങ്ങനെയാ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? സ്വാഭാവികമായിട്ടും നമ്മളപ്പോൾ തിരിച്ചു ചോദിക്കുക എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് അത്? നമ്മൾ ഇത്രയും വലിയ വർക്കൊക്കെ തരുമ്പോൾ നമ്മളെയും കൂടെ ഒന്ന് പരിഗണിച്ചുകൂടെ? എങ്ങനെയാ അതിനും കൂടെ ചേർത്ത് വേണം നമ്മൾ പേയ്മെൻ്റൊക്കെ കറക്റ്റ് ചെയ്ത് തരാം. അങ്ങനെ വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഈ മോഡലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിലും വിട്ടിപ്പോൾ 1 വർഷമായിട്ട് മാറി നിൽക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പാഷൻ എന്ന് പറയുന്നത്.
അത് എനിക്ക് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് എൻ്റെ കരിയർ എനിക്ക് വളരെ ഉയരത്തിൽ കൊണ്ടുപോകാമായിരുന്നു. ഞാൻ പറഞ്ഞ ഇതുപോലുള്ള ഒരുപാട് ഫിലിംസിൻ്റെ ആണെങ്കിലും മോഡലിങ്ങിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പതിവ്രതയായിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരു രീതിക്ക് ചിന്തിച്ചിട്ടുമല്ല, ഞാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പം ഞാൻ അങ്ങനെ ഒരു വർക്ക് പോയി ചെയ്തു, ഇപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു വർക്ക് പോയി ചെയ്തു കഴിഞ്ഞിട്ട് എന്നെ അടുത്തൊരു വർക്കിനും ആ ഒരു രീതിക്ക് തന്നെ 1-2 വർക്ക് അല്ലെ ഒരു 3-4 വർക്ക് എനിക്ക് കിട്ടുമായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോഴത്തേന് ഇൻഡസ്ട്രിയിൽ മൊത്തം പിന്നെ അറിഞ്ഞിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇവർ റെഡിയാണ്. അപ്പോൾ എനിക്ക് ഒരു 10 വർക്ക് കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലിരിക്കണം. അതേസമയം എൻ്റെ കഴിവ് കണ്ടിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എന്താ പറയുക മോഡലിംഗ് പിന്നെ ഷൂട്ടിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, ഞാൻ റാമ്പിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു കഴിവ് കണ്ടിട്ട് എന്നെ വിളിക്കുന്നവർ ആ കുട്ടി നന്നായിട്ട് ചെയ്യും, ആ കുട്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, ആ കുട്ടിക്ക് നമുക്ക് ഈ ക്യാരക്ടർ കൊടുക്കാം, നമ്മുടെ ക്യാരക്ടറിന് അവർ ആപ്റ്റാണ്, അങ്ങനെ വിളിക്കുന്നതും ഈ രണ്ടും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് വീണ്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിലോ നമ്മുടെ കഴിവ് തന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരിക്കലും നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് പറ്റത്തില്ല. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് കിട്ടും, കുറേ കാശ് കിട്ടും, കുറേ ചാൻസ് കിട്ടും. അതല്ലാതെ നമുക്ക് കഴിവില്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്ന അഭിനയങ്ങൾ ലാസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ലാസ്റ്റ് ചെയ്തില്ല. അതന്നെയല്ല ഞാൻ പറഞ്ഞത്. കൂടിപ്പോയൊരു 10 വർക്ക് അല്ലെങ്കിൽ ഒരു 15 വർക്ക്, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇടയ്ക്ക് നമ്മൾ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് ബിഹൈൻഡ് ദ ക്യാമറ സംസാരിച്ച് ഏതൊരു ചാനലിനെ കുറിച്ച് സംസാരിക്കണം നമ്മൾ. അതെന്താണ് സംഭവം? ആക്ച്വലി എൻ്റെ ഒരു സ്പീച്ചിന് വേണ്ടിയിട്ട് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ചെയ്യുന്ന ഒരു സംഭവം ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഒരു ചാനൽ എന്നെ ഒരു സ്പീച്ചിന് വേണ്ടി വിളിച്ചു. നമ്മളവിടെ ചെന്നു. നമ്മളിപ്പോൾ സാറ്റലൈറ്റ് ചാനലാണോ? ഈ നമ്മുടെ ഓൺലൈൻ ചാനലാണ്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരുപാട് വലിയ ചാനലാണ്. ചാനലിൻ്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എന്നെ വിളിച്ചു. ഞാനിത് ഒരുപാട് ഇതുപോലെയുള്ള ചാനലുകൾക്കുള്ള ഒരു റിക്വസ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ എനിക്കൊരു കോസ്റ്റ്യൂം എടുക്കണം, ഞാൻ മേക്കപ്പ് ചെയ്യണം, ഞാൻ അവിടെ നിന്ന് ട്രാവലിംഗ് ചെയ്ത് വരണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ അവിടെ ചെന്നു, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പീച്ച് കൊടുത്തു, ഞാൻ അതെല്ലാം ചെയ്ത് എനിക്ക് തോന്നുന്നു സ്പീച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് അതെല്ലാം ചെയ്ത് അവർ ഒരു മണിക്കൂർ നമ്മുടെ സ്പീച്ച് നമ്മൾ പിന്നെ സ്പീച്ച് ചെയ്തു എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സ്പീച്ചിന് തന്നെ കുറയത്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് ഔട്ട് ചോദിക്കുമ്പോൾ അവർ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അവർ പറയണം അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുന്ന ഒരു രീതി. അതായത് ഇപ്പോൾ എനിക്കത് ഇവിടെ തുറന്ന് പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളത് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിലൊരു ചുമ്മാ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഓഫേഴ്സ് വേണം, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വേണം, എന്നെ 4 പേര് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസ് കിട്ടണം. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ അത്രമാത്രം ആഗ്രഹത്തിൽ നമ്മൾ അത്രമാത്രം എന്താ പറയുക അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ പോയി നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സ്പീച്ച് ചെയ്ത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്ന സംഭവം കിട്ടാതാകുമ്പോൾ ഒരു വിഷമം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വലുതായിരുന്നു. കാരണം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എൻ്റെ ആ ഒരു സ്പീച്ച് എനിക്ക് വെളിയിൽ വരാൻ പറ്റിയില്ലല്ലോ, വെളിയിൽ അവരിട്ടില്ലല്ലോ എന്ന് അവർ എന്നോട് വളരെ ചെറിയ റീസൺ. അതിൻ്റെ അകത്ത് എഡിറ്റിങ്ങിൽ എന്തോ ചെറിയൊരു ഇതുണ്ടായിരുന്നു, പിന്നെ നമ്മൾ സംസാരിച്ചത് അത്ര ശരിയായിട്ടില്ല, എന്തൊക്കെയോ ചെറിയ റീസൺസ് പറഞ്ഞിട്ട് അവർ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് പ്രതികരിക്കാൻ ഇതാണ് എൻ്റെ പ്രതികരണം. കാരണം എനിക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ, എനിക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ. പ്ലാറ്റ്ഫോം തന്നിരിക്കുകയാണ് ചാനൽ ഏതാ ധൈര്യമായിട്ട് പറയാം. അല്ല അവര് പൈസ ചീറ്റ് ചെയ്യുന്നല്ലോ, അവർ ഔട്ട് ഇറക്കിയില്ല. അപ്പൊ ആ ചാനൽ ജോഷ് ടോക്ക് ആണ്. എന്നെക്കാട്ടിയും വളരെ മോശമായിട്ട് സംസാരിച്ച് എൻ്റെ ഇൻ്റർവ്യൂസിനെക്കാട്ടി ഇതിനെക്കാട്ടി സ്പീച്ചിനെക്കാട്ടിയും വളരെ മോശമായിട്ട് ഒരു കണ്ടൻറ്റും ഇല്ലാത്ത പല സ്പീച്ചുകളും അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സ്ട്രഗിളിങ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കയറി വന്ന രീതി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെല്ലാം രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ള. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ പറയാത്ത പല കാര്യങ്ങളും കൂടി ഞാൻ ആ സ്പീച്ചിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു ക്രൈം ഫീൽഡിൽ വരെ എത്തിയിട്ടുള്ള ഒരു സംഭവങ്ങൾ വരെ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്പീച്ച് അവർ ഇടാതായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത്
എനിക്ക് ഇനിയും വരുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ വരുന്ന ഓരോ കുട്ടികളും വരുന്നത് അവർക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അവർ അത്രമാത്രം ആഗ്രഹത്തോടെ വരുന്നതാണ്. അത്രമാത്രം എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും ഓരോ പ്ലാറ്റ്ഫോം. ഇപ്പം ഞാനിവിടെ വന്ന് ഇൻ്റർവ്യൂ വരുന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഒരു 100 പേര് അല്ല ഒരു 1000 പേര്, ഒരു ലക്ഷം പേര് കണ്ടു കഴിഞ്ഞാൽ എന്നെ ആ 1 ലക്ഷം പേര് അറിയപ്പെടുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെറും ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ക്യാരിയറിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. അപ്പോൾ എന്നെ ഈ 100 പേരല്ലേ 1 ലക്ഷം പേര് എന്നെ അറിയപ്പെടും, അവരിലേക്ക് ഞാൻ എത്തുമ്പോൾ അതെന്നെ എന്താ പറയുക കുറച്ചുകൂടെ വൈഡാക്കി ഞാനെന്നൊരു 1 ലക്ഷം പേര് ഞങ്ങളെ അറിയൂ അന്നേരം. റീച്ചാണത്, മനസ്സിലായില്ലേ? ചാനലിന് റീച്ചാണ് 1 ലക്ഷം പേരിലേക്ക് പോകുന്നത്. നാസീൻ ഇപ്പൊ ഇതുപോലെയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ അതെ റെസ്പോൺസിബിലിറ്റി. അതെ അതെ. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ എന്താ പറയുക ഒരിക്കലും താഴ്ത്തി കളയരുതെന്നാണ് ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇനിയെങ്കിലും. അവരിറക്കാഞ്ഞതിനകത്ത് ഈ പറഞ്ഞ കാരണമല്ല മറ്റേതെങ്കിലും ഈ പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നവര്? എനിക്കൊന്നും എനിക്കറിയില്ല. അല്ല, അസിയുടെ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നവര്? എനിക്കറിയില്ല. അതിന് ഞാൻ അവരോട് ഞാൻ സംസാരിച്ചിടത്തോളം എന്നെ ബന്ധപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി വളരെ സില്ലി ആയിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ടാണ് പുള്ളി അതിൻ്റെ ഇൻ്റർവ്യൂ വെളിയിൽ ഇറങ്ങുന്നില്ല, എന്തോ പറഞ്ഞല്ലോ, ക്രൈമിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലേ? അതൊക്കെ അങ്ങനെ വല്ലതും എന്തൊരു ക്രൈം അല്ല, ക്രൈയിങ് അവസ്ഥ വരെ വന്നിട്ടുണ്ട്. കിളി പോയിരിക്കുക, അതായത് പ്രാങ്ക് കിട്ടിയോണ്ട്. സാരമില്ല, ഇനി ഇതൊരു ശീലമായിക്കോളൂ. അല്ല, പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ ക്രൈം എന്നാണ് കേട്ടത്. ആരോടും പറയാത്ത കാര്യം ഒരു ക്രൈം പോലും അല്ല, അങ്ങനല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞ് നമ്മുടെ ഒരു അവസ്ഥകളാണ്. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഈ പറയുന്ന നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആ ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ, അതും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഇപ്പോൾ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ പിന്നെ ആണെങ്കിൽ ഒപ്പന കളിക്കാനൊക്കെ ചേരുമ്പോഴത്തേന് എൻ്റെ വീട്ടിൽ കഴിഞ്ഞാടാൻ പോവാണോ, ഒപ്പന കളിക്കുന്ന അഴിഞ്ഞാട്ടല്ലെന്നോ? അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു രീതിയിലാണ് ഫാമിലിയിലാണ് നമ്മൾ വരുന്നത്. ഒപ്പന കളിക്കാൻ പോയി അഴിഞ്ഞാടുവാന്ന് വെച്ച് ഇപ്പൊ എന്താ പറയാ? ഇപ്പൊ അതിന് വേറെന്തെങ്കിലുമൊക്കെ പേരായിരിക്കും അവരിടുന്നത്. കേൾക്കുന്നില്ലല്ലോ നമ്മള്, അല്ലേ? പക്ഷെ ബോൾഡ് ആണെന്ന് പറഞ്ഞാൽ പോരാ അല്ലേ? നല്ല അല്ല, അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ചുറ്റുപാട് അല്ലേ? ഒരിക്കലും ഇല്ല. അസി, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഞാൻ ഇപ്പോഴും വാരിയറാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വാരിയറാണ്. ഞാൻ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാള് കൈ തന്നെ വെച്ച് നമുക്ക് വെട്ടേണ്ടവരെ വെട്ടി തന്നെ മുന്നോട്ടാവും. ഒരു കാര്യം ഞാൻ പറയണം, വണ്ണം കുറയ്ക്കല്, വണ്ണം കൊണ്ടുവരിക. ഈ പ്ലസ് സൈസ് ഫസ്റ്റ് മോഡൽ കേരളത്തിലെ ആ ഒരു പേര് ഇനി മുന്നോട്ട് കൊണ്ടുപോട്ടെ. കാര്യം നിങ്ങളെ കണ്ടിട്ടാണ് ഓരോരുത്തരും ഓരോ റോൾ മോഡൽ പറഞ്ഞോട്ടെ. ഈ വണ്ണം കുറയ്ക്കുക എന്നുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊരു മൂവിക്ക് വേണ്ടിയിട്ടാണ് വണ്ണം കുറയ്ക്കുന്നത്. ഇപ്പം ഞാനൊരു മൂവി ചെയ്തു, അത് റിലീസായി, എഡ്വിൻ്റെ നാമം. അതിൻ്റെ ഫസ്റ്റ് അതിനിട്ടേക്കുന്ന ഒരു പേര് കുരിശൻ എന്നായിരുന്നു. അതിനുശേഷം അവർ പേര് മാറ്റി എഡ്വിൻ്റെ നാമം എന്ന് പറഞ്ഞിട്ട് പേരിൽ അത് റിലീസ് ചെയ്തു. പിന്നെ രണ്ടാമത് ഞാൻ പോലീസ് റോൾ ചെയ്തത് സമരം എന്ന് പറഞ്ഞിട്ട് മൂവി. അതിൻ്റെ ഇനിയും 1-2 ഷെഡ്യൂളുടെ ബാക്കിയുണ്ട്. അതെ അതെ, എൻ്റെ ഇന്ദ്രൻ ചേട്ടനും അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ മൊട്ടരാജേന്ദ്രൻ പുള്ളിക്കാരൻ്റെയൊക്കെ കൂടെ തമിഴ് മൂവി വരണം. നായകനൊക്കെ പുതിയ ആൾക്കാരാണ്, പക്ഷേ അതിൻ്റെ അകത്ത് കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ തമിഴ് അറിയാം. സൊല്ലുങ്ക. എനിക്കറിയില്ല. എനിക്ക് നല്ല തരും തമിഴ്. എനിക്ക് തമിഴ് ரொம்ப பிடிக்கும். எனக்கு என்னன்னு தெரியல, தமிழ் டப்பிங் கூட பண்ணுறதுக்காக தான் தமிழ் படித்தேன். இது தமிழ் சேனல் இல்லை, மலையாளம் சேனல். தமிழ் மலையாளத்திலே பேசலாம். തെറ്റി പോയിടും. പോയിട്ട് വായിച്ചോളാം ഞാൻ. ഓക്കെ, അപ്പോൾ തമിഴ് ഡബ്ബിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തമിഴ് കൂടുതലും പഠിച്ചത്. ഞാൻ മറ്റേ നമ്മുടെ എഞ്ചുപടി നോക്കി പഠിക്കാന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞാൻ തമിഴ് എഴുതാനും വായിക്കാനും. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ എഴുതാനും വായിക്കാനും അറിയാം തമിഴ്. അങ്ങനെ തമിഴ് പഠിച്ച് അത്യാവശ്യം 1-2 സിനിമയിലൊക്കെ ഞാൻ. പക്ഷെ ഇപ്പോഴും ജീവിതം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലൈഫിലേക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇപ്പോഴും പല രീതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്നാ തോന്നുന്നത്. കാരണം ഇപ്പം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് വന്നിട്ടില്ല. ഇപ്പം സിംഗിൾ ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സെറ്റപ്പാണ്. നമുക്കിപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റേബിളാണ്, നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാലും സ്റ്റേബിളാണ്. പക്ഷേ ഫിനാൻഷ്യലി നമ്മൾ ഒരിക്കലും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഏത് അവസ്ഥയിൽ നിന്നാലും നമ്മൾ ഒരിക്കലും സ്റ്റേബിൾ ആവില്ല.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മോഡലിംഗ് അല്ലെങ്കിൽ ഡബ്ബിങ് ഈ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന്, പിന്നെ ഞാൻ യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്, ബ്ലോഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള വരുമാനങ്ങളിൽ നിന്നാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഓക്കെ അല്ലാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും സ്റ്റേബിളാണെന്ന് പറയുകയില്ല. അങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണോ? ഞാൻ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്ത് എനിക്ക് യൂട്യൂബ് മോണിറ്റൈസേഷനായി. അത്യാവശ്യം ഞാൻ കയറി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പിന്നെ ഈ ഫോട്ടോഷൂട്ടിൽ തന്നെ ഞാനിങ്ങനെ കാറ്റഗറൈസ് ചെയ്തു പോന്നു, ഈ ഒരു രീതിയിൽ തന്നെ ആയിപ്പോവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വ്ളോഗ് തുടങ്ങി. വ്ളോഗ് ഫേസ്ബുക്കിൽ അത്യാവശ്യം ഫേസ്ബുക്ക് പേജും മോണിറ്റൈസായി. അത്യാവശ്യം അതിൻ്റെ അകത്തുനിന്ന് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഏണിങ്സൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒരു സിനിമയിൽ നമുക്കൊരു എമൗണ്ട് പറഞ്ഞ് ഈ ഒരു ഇത്രയൊരു എമൗണ്ടിന് നിങ്ങൾ വന്ന് ചെയ്യും എന്നുള്ളൊരു രീതിക്ക് ഒരു കാറ്റഗറൈസ് ആക്കി തുടങ്ങിയിട്ടില്ല. ഇത്രയും പേയ്മെന്റിൽ റെമ്യൂണറേഷൻ തരാൻ ആ ഒരു രീതിയിലായിട്ടില്ല. നമ്മൾ ഇപ്പം തന്നെ എനിക്ക് വന്നേക്കുന്ന ഒരു തമിഴ് മൂവിയാണ്, അതിൻ്റെ അകത്തൊരു വില്ലേജ് ലേഡി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മേക്ക് ഓവർ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ശ്രദ്ധിക്കപ്പെടട്ടെ. അപ്പോൾ എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമുക്ക് നമ്മൾ വിളിച്ച ഉടനെ വന്നു നമുക്ക് നമ്മളോടൊപ്പം ഇൻ്റർവ്യൂ തന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ കള്ളുടി കുറയ്ക്കുക കേട്ടോ. അയ്യോ, നിങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കരുത്. ചുമ്മാ പറഞ്ഞ വലിയൊരു ആക്ട്രസ് ആയിട്ട് അതും കൂടി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. കാരണം ഞാൻ ഒരു വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കുറച്ചൊരു എന്താ പറയുക മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു 3 ഫിലിം ചെയ്തതല്ലാതെ ഞാൻ അത്യാവശ്യം ഫോട്ടോഷൂട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഡബ്ബിങ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് എന്താ പറയുക ആക്റ്റീവ് അല്ലാത്ത സമയത്ത് എനിക്ക് നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ മൂവി വേൾഡ് ചാനലിനോട് ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രേക്ഷകരോടും നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എന്നെയും മൂവി വേൾഡ് ചാനലിനെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ആർട്ടിസ്റ്റുകൾ കയറി വരട്ടെ, ചാനലുകൾ കയറി വരട്ടെ. തീർച്ചയായിട്ടും ബാക്ക് ടു പ്ലസ് സൈസ് അതിലേക്ക് വരിക, തിരിച്ചു വരിക. ഞാനത് പ്രതീക്ഷിക്കുന്നു. എന്നെപ്പോലുള്ള ചെറുപ്പക്കാരെല്ലാം ഇവിടെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വളർന്നു വരിക, രക്ഷപ്പെടുക. കാര്യം ഒരു കുഴിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കുഴിയിൽ നിന്ന് നേരെ ആയിട്ടില്ല, കുഴി നികന്ന് നല്ലൊരു ഉയരത്തിലേക്ക് പോട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്താ പറയാനുള്ളത്? എല്ലാ ഭാവുകങ്ങളും താങ്ക് യു സോ മച്ച്. ഒരുപാട് ഉയരത്തിലെത്തട്ടെ. അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നവരെ തിരിച്ച് പ്രാങ്ക് ചെയ്യാൻ എല്ലാ ഗട്ട്സ് കിട്ടട്ടെ എല്ലാം. തീർച്ചയായിട്ടും. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.